നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് സഭയിൽ അവതരിപ്പിക്കുകയാണ്. പ്രവാസികൾക്കും ബജറ്റിൽ ആശ്വാസത്തിന് വകയുള്ളതാണ് ഇത്തവണത്തെ ബജറ്റ്. തൊഴിൽ നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങിയ 3.5 ലക്ഷത്തിലേറെ പേരാണ് സംസ്ഥാന ബജറ്റ് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പ്രവാസി ക്ഷേമനിധിക്ക് 9 കോടി രൂപ അനുവദിക്കും. ക്ഷേമനിധി അംശാദായം വിദേശത്തുള്ളവർക്ക് 350 രൂപയായും പെൻഷൻ 3500 രൂപയായും ഉയർത്തി. നാട്ടിൽ തിരിച്ചെത്തിയവരുടേത് 200 രൂപയായും പെൻഷൻ 3000 രൂപയായും വർദ്ധിപ്പിച്ചു. കോവിഡ് അനന്തരകാലത്ത് പ്രവാസി ചിട്ടി ഊർജിതപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രവാസി ക്ഷേമനിധിക്കായി 9 കോടിയും പ്രവാസി തൊഴിൽ പുനരധിവാസത്തിന് 100 കോടി രൂപയും അനുവദിച്ചു. മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ സമാശ്വാസത്തിന് 30 കോടി രൂപയും പ്രവാസി ക്ഷേമനിധിക്ക് 9 കോടി രൂപയും വകയിരുത്തി. പ്രവാസി പെൻഷൻ 3500 രൂപയാക്കി ഉയർത്തുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. ഇതേ തുടർന്ന് ജൂലൈ മാസത്തിൽ ഓൺലൈനായി പ്രവാസി സംഗമം സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഫെബ്രുവരിയിൽ ക്ഷേമനിധി 75 ദിവസമെങ്കിലും തൊഴിലെടുത്തവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് എന്നിവയും നടപ്പാക്കും. പ്രവാസി തൊഴിൽ പദ്ധതി ആദ്യഘട്ടം നടപ്പിലാക്കിയ ശേഷം 2021 അവസാനം 3-ാം ലോക കേരള സഭ വിളിച്ചു ചേർക്കും. അതേസമയം സർക്കാരിന്റെ കീഴിലുള്ള ഇൻഡസ്ട്രികളിൽ എസ്റ്റേറ്റുകളിൽ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ പദ്ധതി തയ്യാറാക്കണമെന്നത് പ്രവാസി സംഘടനകളുടെ ആവശ്യങ്ങളിൽ ഒന്നാണെന്ന് BT കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭൂമി കണ്ടെത്തി നൽകാനും സ്വയം തൊഴിൽ പദ്ധതി തുടങ്ങാൻ പലിശരഹിത വായ്പാ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ അവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.